എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ സുധിയുടെയും ശ്രുതിയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി അതിഗംഭീരമായിട്ടാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷം മാത്രമല്ല, വലിയൊരു ബിസിനസ്സുകാരൻ ഒരു ഡീലർഷിപ്പ് തരുന്നതിനെ പ്രമാണിച്ചാണ് ഈ ആഘോഷം നടത്തുന്നത്. ഇതിന്റെ എല്ലാം പ്ലാന് ശ്രുതിയുടെ ആയിരിക്കും. സച്ചിയുടെ ഫോണിൽ ഒരു വീഡിയോ ഉണ്ട്. ചന്ദ്രയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ബൈക്കിൽ വന്ന് തട്ടിക്കൊണ്ടുപോയത് രേവതിയുടെ അനിയൻ ശരത്താണല്ലോ. അതാണെങ്കിലോ ശ്രുതി അറിഞ്ഞിരിക്കുകയാണ്. എന്നാ തെളിവ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് ആ വീഡിയോ എടുക്കണം. പലതവണയായിട്ട് നോക്കിയിട്ടും സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ നടത്തി സച്ചിയെ കുടിപ്പിച്ച് ആ ഫോൺ എടുത്ത് അതിലെ വീഡിയോ സെൻഡ് ചെയ്യാനാണ് ശ്രുതിയുടെ പുറപ്പാട്. അങ്ങനെ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. സുധിയും ശ്രുതിയൊക്കെ ഒരുങ്ങി വരുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കാണ്. രവിയേട്ടാ കണ്ടോ, എത്ര നന്നായിട്ടാ എൻ്റെ മക്കൾ ഒരുങ്ങി വരുന്നേ എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് പൊന്തിച്ച് വെക്കുകയാണ്. അതേപോലെ തന്നെ ശ്രീകാന്തും വർഷയും അവരും നല്ല രീതിക്ക് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയെയും രേവതിയെയും കണ്ടില്ലല്ലോ, അവര് രണ്ടാളും ഇനി എങ്ങനെയൊക്കെ ആവോ ഒരുങ്ങി വരുന്നുണ്ടായിരിക്കുക ആളെ നാണം കെടുത്താനായിട്ട് എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുന്ന സമയത്തായിരിക്കും സച്ചിയും രേവതിയുടെയും എൻട്രി. സച്ചിയാണെങ്കിൽ കോട്ടെല്ലാം ആയിട്ട് നല്ല അടിപൊളി സ്റ്റൈലിലാണ് വരുന്നത്. രേവതിയും അതേപോലെ തന്നെയാണ് വരുന്നത്. ഇത് കണ്ടാണെങ്കിൽ ചന്ദ്രയും ഭാമയും രവിയും ഒക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആരും ഒന്ന് നോക്കി പോകുന്ന രീതിയിലാണ് രണ്ടുപേരും ഒരുങ്ങി വരുന്നത്. ശ്രുതിക്കാണെങ്കിൽ ഇത്തിരി അസൂയൊക്കെ ഉണ്ട്. രേവതിയെ ഒരുക്കിയത് ശ്രുതിയാണെങ്കിലും കുറച്ച് കൂടിപ്പോയോ എന്നേക്കാ എന്നൊരു മനസ്സിലൊരു തോന്നല് ശ്രുതിക്കുണ്ട്. ശ്രുതിയുടെ ഫ്രണ്ട് മീര പറയുന്നുണ്ട്, എടി നോക്കടി എന്ത് ഭംഗിയാ കാണാൻ, രണ്ടാളും മെയ്ഡ് ഫോർ ഈച്ച് അതറാ, എന്ത് രസാ രണ്ടുപേരെയും കാണാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നൊക്കെ കണ്ടില്ലേ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവരെ പുകഴ്ത്താതെ. ഈ ഫംഗ്ഷൻ നടത്തിയത് തന്നെ അവൻ്റെ കയ്യിലുള്ള ആ ഫോണൊന്ന് കിട്ടാനായിട്ടാ. അവനെ കുടിപ്പിച്ച് കിടത്തിയിട്ട് വേണം ആ ഫോണിലെ വീഡിയോ സെൻഡ് ചെയ്യാനായിട്ട്. എന്നാ സച്ചിയാണെങ്കിൽ രേവതിയുടെ ഫോട്ടോസ് എടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് തിരി അങ്ങോട്ട് തിരി എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ ഒരുപാട് ഫോട്ടോസ് എടുക്കുകയാണ്. രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് സച്ചിയേട്ടാ മതി എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിന്നെ കാണാനേ നല്ല ഭംഗിയുണ്ട്, ഈ ഡ്രസ്സിൽ നീ അടിപൊളിയാ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, നമുക്ക് സെൽഫി എടുത്താലോ എന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുക്കുന്ന സമയത്ത് ശ്രുതി അങ്ങ് ചെല്ലുന്നുണ്ട്. ഞാൻ എടുത്തു തരണോ രണ്ടുപേരുടെയും ഫോട്ടോ എന്ന് ചോദിച്ച്, വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം എന്ന് സച്ചി പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഫോൺ ചെയ്ത് പോകുന്ന സമയത്ത് സച്ചിയെ അങ്ങ് തട്ടാണ്. ഫോൺ അങ്ങനെ പോയി നിലത്ത് വീഴാ. ആകെ ശ്രുതിയുടെ ജീവൻ അങ്ങ് പോവാണ്. ആ വീഡിയോ കിട്ടിയാലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ശ്രുതി എന്തെങ്കിലും പറ്റിയോ ഫോണിനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നും പറ്റിയില്ല, ഇന്നലെ കവറിട്ടത് രേവതി നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പൊട്ടിയേനെ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. വാ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് രേവതിയെ കൊണ്ടുപോവാണ്. ശ്രുതി സച്ചി ഫോണ് നിലത്ത് വെക്കുന്ന കൂടെയില്ല. നീ എങ്ങനെയാ അതൊന്നും നീ വീഡിയോ സെൻഡ് ചെയ്യാ? അത് തന്നെയാ ഫോട്ടോ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് പോലും അവൻ ഫോണ് തരുന്നില്ല. അവനെ കുടിപ്പിച്ച് ഫോണ് കയ്യിലാക്കാം എന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷനിലോട്ട് ആ ബിസിനസ് മാൻ വരികയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് അവരെ ആനയിച്ച് സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കേക്കെല്ലാം മുറിക്കുന്നുണ്ട്. അതിനിടയിൽ വർഷയുടെ മമ്മിയും വരുന്നുണ്ട്, ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് 2 വാക്ക് സംസാരിക്കാനായിട്ട് ആ ബിസിനസ്സുകാരൻ്റെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട്. ആദ്യം ശ്രുതിയുടെ അച്ഛൻ തന്നെ 2 വാക്ക് പറയട്ടെ എന്നും പറഞ്ഞ് രവിയുടെ കയ്യിൽ മൈക്ക് കൊടുക്കുകയാണ്. അങ്ങനെ രവി മരുമകളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആ ബിസിനസ്സുകാരന് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ചന്ദ്ര കരുതുന്നത് ഇനി അടുത്തത് മയക്ക് തരുന്നത് ചന്ദ്രയ്ക്കായിരിക്കും എന്നാണ്. എന്നാ ശ്രുതി ആ മയക്ക് മേടിച്ച് നേരെ ആ ബിസിനസ്സുകാരനങ്ങ് കൊടുക്കുന്നുണ്ട്. ഇനി സാർ 2 വാക്ക് പറയേ എന്നും പറഞ്ഞ് മയക്ക് കൊടുക്കുകയാണ്. ശ്രുതിയുടെ അച്ഛൻ എല്ലാം നല്ലതുപോലെ പറഞ്ഞു. ഒരു കുടുംബം എന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കണം. എന്തായാലും ഇവരെ ഫാമിലി കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ശ്രുതി, നിനക്ക് ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു ഗിഫ്റ്റ് കൂടെ തരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഡീലർഷിപ്പ് ഞാൻ ശ്രുതിക്ക് തരികയാണ്. ശ്രുതിക്ക് മാത്രമല്ല, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് തരുന്നതെന്ന് അയാൾ പ്രത്യേകം എടുത്ത് പറയാണ്. ഇത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശ്രുതിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശ്രുതി. ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുക. അങ്ങനെ പിന്നീട് അയാൾ അങ്ങ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ അനിയന്മാരോടൊക്കെ സംസാരിക്കുകയാണ്. സച്ചിയോടും ശ്രീകാന്തിൻ്റെ അടുത്തൊക്കെ. സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, 50 കാറൊക്കെ വെച്ചിട്ടാണല്ലേ ട്രാവൽസ് നടത്തുന്നേ? അതെ അതെ 50 കാറ്, ഇനിയൊരു 20 കൂടെ വാങ്ങിക്കണം. ഇത് വൈഫായിരിക്കും അല്ലേ? ആ ഇതെൻ്റെ വൈഫ് മീന. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ പൂന്തോട്ടം. പൂന്തോട്ടാ, വലിയ പൂന്തോട്ടാ, കുറേ ആൾക്കാർ നടത്തുന്നുണ്ട്.
അതൊക്കെ ഭയങ്കര ഇഷ്ടാ. അതെന്തായാലും നല്ലതാ. പെൺകുട്ടികൾ വീട്ടിൽ ചുമ്മാ ഇരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ജോലിക്കായിട്ട് ഇറങ്ങിത്തിരിക്കണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പിന്നീട് ശ്രീകാന്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെയും പരിചയപ്പെടുത്താണ്. ശ്രുതിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെയും പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചന്ദ്രയോ രവിയോ അറിയുന്നില്ല കേട്ടോ, ഇത്രയും കള്ളം പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പാർട്ടി ആകുമ്പോൾ എന്തായാലും ഡ്രിങ്ക്സ് ഒക്കെ കാണും. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അവരെ ഭക്ഷണം കഴിപ്പിച്ച് അവരെ പറഞ്ഞു വിടട്ടെ എന്നും പറഞ്ഞ് രവിയെയും ചന്ദ്രയെയും ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ചന്ദ്രയൊക്കെ ഭക്ഷണം കഴിച്ച് വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട് നല്ല ഭക്ഷണമാണല്ലേ ഭാമേ, എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ അടിപൊളി ഭക്ഷണം, ഇനി കേക്ക് കൂടെ കഴിക്കണം. അത് കഴിക്കാനുള്ള സ്ഥലമുണ്ടോ ഭാമേ? നിനക്കെന്തായാലും വീട്ടിലോട്ട് പാഴ്സൽ ചെയ്യാൻ പറയാം എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്നാ ഇറങ്ങിയാലോ എന്നും പറഞ്ഞ് രവി ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ സച്ചിയോടും രേവതി പറയുന്നുണ്ട് നമുക്കും പോവാം, അത് പിന്നെ ഇവിടെ പാർട്ടിയൊക്കെ ഉണ്ട്. സച്ചേട്ടാ പാർട്ടിയൊന്നും വേണ്ട, എൻ്റെ കൂടെ വരുന്നുണ്ടോ? അങ്ങനെ രവിയും ചന്ദ്രയും ഭാമയൊക്കെ പോകുന്നുണ്ട്. എന്ന രവി ശ്രുതിയോട് പറയുന്നുണ്ട് എനിക്കറിയാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവുമെന്ന്, പക്ഷേ നിങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ഇറങ്ങിയത് അതുപോലെ തന്നെ തിരികെ വീട്ടിലോട്ട് എത്തണം. നിങ്ങളിത് പാർട്ടി നടത്തുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നിങ്ങൾ കുടിക്കണ്ട എന്ന് ശ്രുതിയുടെ അടുത്ത് പറയാണ്. ഇല്ല അച്ഛാ. അങ്ങനെ സച്ചിയും രേവതിയും വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട് അച്ഛാ ഞാനും പോരുന്നുണ്ട് കൂടെ എന്ന്. എന്താടാ നീ ഇവിടെ നിൽക്ക്, നിങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കഴിഞ്ഞ് വന്നാൽ മതി. രേവതി പറഞ്ഞു എനിക്കറിയാം രേവതി, കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ, ശ്രുതിക്ക് വേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് സച്ചിയെയും രേവതിയെയും അവിടെ നിർത്തുകയാണ്. രേവതി അപ്പോൾ സമ്മതിക്കുന്നുണ്ട്. രവിയും ചന്ദ്രയും അവിടെ നിന്ന് പോകുന്നു. ചന്ദ്ര പറയുന്നുണ്ട് രവിയുടെ അടുത്ത് നിങ്ങൾ നല്ല ആളെയാ അവൻ്റെ കൂടെ ഏൽപ്പിച്ചിരിക്കുന്നത്, കള്ളും കുടിച്ച് ഇനിയിപ്പോൾ പറയും വേണ്ടിയിരിക്കില്ല എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അവൻ കുടിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് രവി. ശ്രുതിയാണെങ്കിൽ ബിസിനസ്സുകാരൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അയാൾ പറയുന്നുണ്ട് ശ്രുതി ഒരു ഡ്രിങ്ക് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് വേണ്ട, ഞാൻ കഴിക്കാറില്ല, ശീലമില്ല എന്ന് പറയാണ്. അതൊന്നും പറ്റില്ല, എൻ്റെ കൂടെ ഒരു കമ്പനി തരണമെന്നും പറഞ്ഞ് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുന്നുണ്ട്. ശ്രുതി അങ്ങനെ ഒന്നിൽ തുടങ്ങി 2, 3, 4 ആവാണ്. ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതല്ലേ ഏട്ടൻ എന്തിനാ കള്ളു കുടിച്ചേ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കാണ്. എടാ ഒരെണ്ണം കുടിക്കടാ. വേണ്ട, അച്ഛന് ബഹുമാനമില്ലാത്ത പോലെ ആയിരിക്കും, നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും അച്ഛൻ നല്ല ഉറക്കത്തിലായിരിക്കും, നീ കഴിക്കെന്നും പറഞ്ഞ് ശ്രീകാന്തിന് കൊടുക്കാണ്. ആണല്ലേ, എന്നാ ഒരെണ്ണം കുടിക്കാന്ന് പറഞ്ഞ് ശ്രീകാന്തും കുടിക്കുകയാണ്. ഒന്ന് തുടങ്ങി പിന്നെ അങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് സച്ചി വരുന്നുണ്ട്. നിങ്ങളടുത്ത് അച്ഛൻ പറഞ്ഞതല്ലേ കള്ളു കുടിക്കണ്ടെന്ന്, പിന്നെ നിങ്ങൾ ഇതിനെ കുടിച്ചേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. നിന്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ നീ കുടിക്കാത്ത പോലെ, നീയും എടുത്ത് കുടിക്ക് എന്ന് സച്ചിയോട് പറയാണ്. എനിക്ക് വേണ്ട, അച്ഛൻ പറഞ്ഞതേ കുടിക്കണ്ട എന്നാ. പിന്നെ രേവതിയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് നിന്ന് തല്ല് കിട്ടും, എനിക്കും എന്തിനാ വാങ്ങിച്ചു തരുന്നേ, നിങ്ങൾ കുടിക്കുന്നങ്ങ് കുടിച്ചോ, ഞാനിവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് സച്ചി അങ്ങ് മാറിയിരിക്കുകയാണ്. കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ രേവതിക്ക് വിളിക്കുന്നുണ്ട്. രേവതി ഇവിടെ പാർട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആ അതെനിക്കറിയാലോ, നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അല്ല ഇന്നത്തേക്ക് ഒരു തവണ കുടിച്ചാൽ കുഴപ്പമുണ്ടോ? സച്ചിയേട്ടപ്പോൾ കുടിക്കാറില്ലല്ലോ, അച്ഛൻ പറഞ്ഞല്ലേ കുടിക്കണ്ടെന്ന്, പിന്നെ എന്തിനാ കുടിക്കുന്നേ? എന്നാലും ഒരു തവണ, നാളെ തൊട്ട് കുടിക്കില്ല. വേണ്ട, കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ കുടിക്കണ്ട. ഇതും പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രുതി വന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് സച്ചി ഇങ്ങനെ കുടിക്കാതെ ഇരിക്കുകയാണ്. ഇത് കണ്ട് ശ്രുതി ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. കുടിച്ചാലല്ലേ ഫോണ് കിട്ടുള്ളൂ. മീര ചോദിക്കുന്നുണ്ട് എന്താടി എന്തായി, അവൻ കുടിച്ചോ? എവിടെ കുടിക്കുന്നേ? അവനവിടെ ചുമ്മാ ഇരിക്കുക, ബാക്കി എല്ലാവരും കുടിക്കുന്നുണ്ട്, അവനവിടെ ഇരിക്കുക. കുറേ നേരം കഴിയുമ്പോൾ കണ്ട് അവനെടുത്ത് കുടിച്ചോളും. എന്തായാലും വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ശ്രുതി നിൽക്കുകയാണ്. അങ്ങനെ കുടിക്കാതിരിക്കുന്ന കാണുമ്പോൾ എല്ലാവരും വന്നിങ്ങനെ കളിയാക്കുന്നുണ്ട്. ഓ കുടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് സച്ചി എടുത്ത് അങ്ങ് കുടിക്കുകയാണ്. 2, 3 ഗ്ലാസ് അങ്ങ് ഒരുമിച്ച് കുടിക്കുന്നുണ്ട്. പാവം ഇതൊന്നും അറിയാതെ രേവതി സച്ചിയെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്.